ഫോറസ്റ്റ് മേഖലയുടെ തന്നെ ഒരു വീഡിയോയാണ് ഇത്. ധാരാളം ആന സഞ്ചരിക്കുന്ന ഒരു പ്രദേശം എന്നതിൻ്റെ തെളിവ് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോളൂ. ദേ കിടക്കുന്നു ആനയുടെ പിണ്ടം. അതെ, ഇതുകൂടാതെ തൊട്ട് ചേർന്ന് ഏതാണ്ട് ഒരു 25 അടി ദൂരത്തിൽ തന്നെ മറ്റൊരു പ്രദേശത്തും കിടപ്പുണ്ട്. കണ്ടോ? കാണാവോ? ആനപ്പിണ്ടം കാണാവോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ ചാലുകൾ കണ്ടോ, ഇത് ടേണിങ് അല്ലെങ്കിൽ ഇത്തരം ഈ ഏരിയയിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഇവൻ ക്രോസ് ചെയ്ത് കടന്ന് കയറി പോവുക. കണ്ടോ? ഇങ്ങനെയുള്ള പ്രദേശം ഇതൊരു ചെങ്കുത്തായിട്ടുള്ള ഒരു കയറ്റമാണ്. ഇങ്ങനെയുള്ള പ്രദേശത്തുകൂടെയാണ് ഇവൻ്റെ ആനയുടെ സഞ്ചാരം. കാണാവോ? ഇത് ഒരാഴ്ച പഴക്കമുള്ള പിണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതാ 2 ദിവസം മുന്നേ ഉള്ള പിണ്ടം ഇവിടെ കിടപ്പുണ്ട്. ഇതുകൂടാതെ തൊട്ടപ്പുറയുമുണ്ട്. ഇതൊരു 20 അടി ദൂരത്തിൽ വളമാണ്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെയാണ് ആന കടന്നു കയറിപ്പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ആന കയറിപ്പോകുന്ന വഴിയാണെന്ന് തോന്നുന്നത്. കണ്ടോ? വഴി കാണാവോ? ചവിട്ടി കയറിപ്പോകുന്ന പാടുകൾ കാണാവോ? അവനിവിടെ നിന്ന് ശാപ്പാടടിച്ച കാണാവോ? ശാപ്പാടടിച്ച് അതിൻ്റെ ബാലൻസ് ഇവിടെ ഇട്ടിരിക്കുന്നുണ്ടോ? കവുങ്ങ് പറിച്ചെടുത്ത് തിന്നിട്ട് ആന കടന്നു കയറിപ്പോകുന്ന ഒരു എൻട്രൻസാണ്, മാർഗ്ഗമാണ്. കണ്ടോ? കാണാവോ? ചവിട്ടി കയറിപ്പോകുന്ന കാൽപ്പാടുകൾ കാണാവോ? ആനയുടെ കാൽപ്പാട് കാണാവോ? ചവിട്ടി കയറിപ്പോയത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആന ക്രോസ് ചെയ്യുന്ന കടന്നു പോകുന്ന ഒരു മാർഗ്ഗമാണിത്, വഴിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു. ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരാണെന്ന് തോന്നുന്നു, അതോ ഫോറസ്റ്റിലെ താൽക്കാലിക ജീവനക്കാരാണോ എന്തോ എനിക്കറിയില്ല. ഒരു 4-5 പേര് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അവരുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ തയ്യാറായത്. കാരണം 100% ഗജരാജൻ്റെ വാസ കേന്ദ്രമാണ് അല്ലെങ്കിൽ താവളമാണ് എന്ന് പറയാവുന്നിടത്ത് നമ്മൾ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവനെല്ലാം മരത്തിൻ്റെ ഇടയിലും നിന്ന് നമുക്ക് കാണാൻ പറ്റുകയല്ലോ. വലിയ വലിപ്പം വേണമെന്നൊന്നുമില്ല, ഇടത്തരമാണേലും പോരെ. അവൻ ചാടി ഇറങ്ങി നീ അതാടാ എൻ്റെ കാട്ടി വന്ന് ചില എൻ്റെ വീട്ടിൽ വന്ന് വീഡിയോ എടുക്കുന്നത് എന്ന് ചോദിച്ച് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെപ്രാളപ്പെട്ട് എങ്ങോട്ട് ഓടും? ഓടാനാകുമ്പോൾ അവൻ്റെ താവളമോ അവനറിയാം കൃത്യമായിട്ട് ഇതിലേ പോകാം എങ്ങനെയാണെന്നൊക്കെ അവന് കൃത്യമായിട്ട് അവൻ്റെ വഴികളറിയാം, നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം റിസ്ക് എടുക്കുന്ന പണിയൊന്നും ഞാൻ ചെയ്യുന്ന ആളല്ല. പക്ഷേ തൊട്ടടുത്ത് തന്നെ മനുഷ്യരുള്ളത് കൊണ്ട് ആ ഒരു ഈ കാടൊക്കെ തെളിച്ചിട്ടിരിക്കുന്ന മനുഷ്യരാണ്. എനിക്കൊന്ന് ഫോറസ്റ്റിലെ താൽക്കാലിക ജീവനക്കാരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതാ പണിയെടുക്കുന്ന ആൾക്കാർ. ഇവരിവിടെ നിൽക്കുന്നതിൻ്റെ ധൈര്യത്തിലാണ് ഞാനിവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ ഗജരാജൻ്റെ താവളത്ത് ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവൻ എതിലേ കൂടെ നമുക്ക് നമ്മുടെ പെടലിക്ക് പിടിക്കുന്നത് അറിയാൻ പറ്റുകയല്ല. കണ്ടോ? ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരമാണ്. അറിയാൻ മേല. ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും യാതൊരു ബോല് പോലും വെക്കാതെ അവൻ നിൽപ്പുണ്ട്. ഇത് ഈ ഗ്യാപ്പ് കാണാവോ? ഈ തൊണ്ട് പോലിരിക്കുന്ന സ്ഥലം കാണാവോ? ഇങ്ങനെയുള്ള പ്രദേശത്തൂടെയൊക്കെയാണ് ആന കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും. തൽക്കാലം ആന താവളത്തിൽ നിന്നും ആനത്താവളത്തിലെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.